വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടതോടുകൂടി പ്ലേ ഓഫിന്റെ സാധ്യത നിറം മങ്ങിപ്പോകുന്നു. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിലെത്താൻ. ഇന്ന് ജയിച്ചു കയറി 3-ാം സ്ഥാനത്തെത്താനുള്ള സുവർണ അവസരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നഷ്ടപ്പെടുത്തിയത്. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് മികച്ച ഒരു ടോട്ടൽ കണ്ടെത്താനാകാതെ ചെന്നൈ സൂപ്പർ കിങ്സ് വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിലേക്ക് വിജയലക്ഷ്യമായി വെച്ച 181 എന്ന സ്കോർ ഓവർ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന്റെ വിജയവുമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ചെന്നൈ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്തൊരവസ്ഥയാണ് ചെന്നൈ ബാറ്റിംഗ് നിരയുടേത്, പറയാതിരിക്കാൻ കഴിയില്ല. 3 ഓവറിൽ 43 എന്ന സ്കോർ നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നീട് ശേഷിച്ച 17 ഓവറുകളിൽ നിന്ന് ആകെ നേടിയത് 137 റൺസാണ്. ഇന്നൊരു വെട്ടിക്കെട്ട് തുടക്കമാണ് സഞ്ജു സാംസൺ CSKക്ക് നൽകിയത്. വെറും 13 പന്തുകളിൽ 27 റൺസ് എടുത്താണ് സഞ്ജു സാംസൺ പുറത്തായത്. പക്ഷേ അതിനുശേഷം പിന്നീട് വന്നവർക്കാർക്കും കാര്യമായ സ്കോറിംഗ് നടത്താൻ സാധിച്ചില്ല. ഉർവിൽ പട്ടേൽ സഞ്ജു സാംസൺ പുറത്തായ അതേ ഓവറിൽ കമ്മിൻസിന് 2 സിക്സുകൾ പറത്തി പ്രതീക്ഷ നൽകിയെങ്കിലും ആ ഇന്നിങ്സിനും അധികായുസുണ്ടായില്ല. പിന്നീട് ക്രീസിൽ അധിക സമയം ചെലവഴിച്ചത് ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് വീണ്ടും നിരാശപ്പെടുത്തി. 21 പന്തുകൾ കളിച്ച് അയാൾക്ക് നേടാനായത് വെറും 15 റൺസ് മാത്രം. പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള അവസാന അവസരങ്ങളാണെന്ന് അറിഞ്ഞിട്ടും ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് കളിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്തിന് ക്യാപ്റ്റനായി തുടരണം എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത്. 13 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 1-2 മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ ആ ക്യാപ്റ്റന് കഴിഞ്ഞിട്ടില്ല. ക്യാപ്റ്റന് മുന്നിൽ നിന്ന് പട നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ ടീം പ്ലേ ഓഫിലെത്തണമെന്ന് എങ്ങനെയാണ് ആഗ്രഹിക്കാൻ കഴിയുക? ഒരു പക്ഷേ ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ, അതായത് രാജസ്ഥാൻ റോയൽസ് ശേഷിക്കുന്ന 2 മത്സരങ്ങളും പരാജയപ്പെട്ടാൽ, പഞ്ചാബിന് ശേഷിക്കുന്ന 1 മത്സരം പരാജയപ്പെട്ടാൽ, KKRന് ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ 1 പരാജയപ്പെട്ടാൽ, എങ്കിൽ മാത്രമാണ് ഗുജറാത്തുമായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയിക്കാനായാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനാവുക. അതും ഒരു വിദൂര സാധ്യത മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ആരാധകർ ചിന്തിക്കുന്നത് ഈ ഒരു ടീമിനെ വെച്ച് എന്തിന് പ്ലേ ഓഫിൽ എത്തണം എന്നതായിരിക്കും. 19 പന്തുകളിൽ 32 റൺസ് നേടിയ കാർത്തിക് ശർമ്മയും 27 പന്തിൽ 44 റൺസ് നേടിയ ഡിവാൾഡ് ബ്രേവിസും തരക്കേടില്ലാത്തൊരു പ്രകടനം തന്നെയാണ് മധ്യനിരയിൽ കാഴ്ചവെച്ചത്. പക്ഷേ അവിടെയും പ്രശാന്ത് വീറിൻ്റെയും ഷിം ദുബെയുടെയും പിടിപ്പുകേട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു പക്ഷേ 200-നും മുകളിലേക്ക് ആ സ്കോർ എത്തിക്കാമായിരുന്നു. ഫിനിഷർമാരുടെ റോളിൽ വന്ന് നിരവധി ബോളുകൾ ഡോട്ടാക്കുന്ന അതിദയനീയ കാഴ്ചയാണ് ഇന്ന് ചെന്നൈ ബാറ്റിംഗ് നിരയിൽ അവസാന ഓവറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് പ്രശാന്ത് വീറിൻ്റെ അവസ്ഥ. എന്തിനാണ് പ്രശാന്ത് വീറിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പോലും ചോദിച്ചു തുടങ്ങി. പ്രശാന്ത് വീറിനെ ഓൾറൗണ്ടറായി ബൗളിംഗ് പോലും ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ബാറ്റിങ്ങിന് മാത്രമായി ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ സർഫറാസ് ഖാനെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നുകൂടെ? IPLന്റെ തുടക്കത്തിൽ അവസരം ലഭിച്ച സർഫറാസ് ഖാൻ തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. കുറഞ്ഞ ബോളുകളിൽ നിന്ന് പെട്ടെന്ന് സ്കോർ കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും സർഫറാസ് ഖാനെ മാറ്റി നിർത്തിക്കൊണ്ട് നിരന്തരം പ്രശാന്ത് വീറിനെ കൊണ്ടുവരുന്നു. പക്ഷേ അതിനൊത്തൊരു പ്രകടനം ഒരു മത്സരത്തിലെങ്കിലും കാണിക്കണ്ടേ? അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരം. MS ധോണി ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ മത്സരത്തിന് മുമ്പ് പറഞ്ഞത് MS ധോണി ഇപ്പോഴും ഫിറ്റ്നസ് ഓക്കെ അല്ല, അതുകൊണ്ട് തന്നെ മത്സരത്തിനുണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർക്ക് നിർണായക മത്സരത്തിൽ 5 വിക്കറ്റിന്റെ വിജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇനി അവർക്കൊരു മത്സരം കൂടി ബാക്കിയുണ്ട്. RCBക്കെതിരെയാണ്. 16 പോയിന്റോടെ നിലവിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉള്ളത്. 181 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന്റെ ഓപ്പണർമാരെ പെട്ടെന്ന് പുറത്താക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു. ട്രേവിസ് ഹെഡിനെ വെറും 6 റൺസിനാണ് പുറത്താക്കിയത്. അഭിഷേക് ശർമ്മയെ 26 റൺസിനും പുറത്താക്കി. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് 26 റൺസ് നേടാൻ 21 പന്തുകൾ കളിക്കേണ്ടി വന്നു. പവർ പ്ലേകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൈകളിൽ തന്നെയായിരുന്നു മത്സരം എന്ന് വേണം പറയാൻ. പക്ഷേ ക്ലാസൻ ക്രീസിലെത്തിയതോടെ കഥ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ക്ലാസനെയും 18 റൺസിൽ പുറത്താക്കാനുള്ള ഒരു അർദ്ധാവസരമുണ്ടായിരുന്നു. നൂർ അഹമ്മദിന്റെ ബൗളിംഗിൽ സ്പെൻസർ ജോൺസൺ അയാളെ വിട്ടുകളഞ്ഞു. ആ ഒരു ക്യാച്ച് കൈകൾ ഒതുക്കിയിരുന്നെങ്കിൽ മത്സരത്തിന്റെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. പിന്നീട് ക്ലാസിനെ പുറത്താക്കുന്നത് ഒരു അത്യുജ്വല സ്റ്റംപിങ്ങിലൂടെയാണ്. ധോണിയുടെ സ്റ്റംപിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന സഞ്ജു സാംസന്റെ ഒരു മിന്നൽ വേഗതയിലുള്ള സ്റ്റംപിങ്. അപ്പോഴേക്കും ഇഷാൻ കിഷനും ക്ലാസനും
സൺറൈസ് ഹൈദരാബാദിനെ വിജയത്തോട് അടുപ്പിച്ചിരുന്നു. ക്ലാസിനെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയതിൽ നൂർ അഹമ്മദ് തന്റെ സന്തോഷം സഞ്ജു സാംസനെ കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്ന രംഗങ്ങൾ കണ്ടു. അതിനിടയ്ക്ക് ക്ലാസൻ സഞ്ജു സാംസണുമായി കയർക്കുന്നതും കണ്ടു. അത്രക്കും മാസ്മരിക ഒരു സ്റ്റംപിംഗ് തന്നെയായിരുന്നു സഞ്ജു സാംസന്റേത്. പക്ഷേ ആ ഒരു സ്റ്റംപിങ്ങിനും ചെന്നൈ സൂപ്പർ കിങ്സിനെ രക്ഷപ്പെടുത്താനായില്ല. അനിവാര്യമായ വിജയം ഹൈദരാബാദ് നേടിയെടുക്കുക തന്നെ ചെയ്തു. ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ചത് 47 പന്തിൽ 70 റൺസ് എടുത്ത ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. വിജയത്തിലേക്ക് വെറും 6 റൺസ് മാത്രമുള്ളപ്പോഴാണ് ഇഷാൻ കിഷൻ പുറത്താകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഗെയ്ക്വാദ് ബൗളിങ്ങിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ടീമിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ളത് തന്നെയായിരുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.